ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ സമയം എന്താ? ഇത് വാക്കുകൾക്കല്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ? നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ? ചോദ്യം ചോദിച്ച പിന്നെ ഉണ്ടായിരിക്കും. സാമാന്യ മര്യാദ കാണിക്കും. പത്രസമ്മേളനം കൊല്ലം കുറേ ഞാൻ നടത്താമെങ്കിൽ. അപ്പൊ ഈ സംവാദമൊന്നും വേണ്ട. ഏത് കാര്യത്തിലാണ് പരാതി പോയിട്ടുള്ള? പറഞ്ഞോ നിങ്ങളെ ഏത് കാര്യമെന്ന് പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞോ. അല്ല, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ പരാതി പോകുന്നതാണല്ലോ പറഞ്ഞേ. കാര്യങ്ങളിൽ കുറെ കാര്യമുണ്ട്, പറഞ്ഞോളൂ. വർഗീയ എന്താണ് വർഗീയ പരാമർശം നടത്തിയത്? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അത് വേറൊരു മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ പറയണം. അത് വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായി പറയണം. അതാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവരാണല്ലോ മതേതരത്വത്തിൻ്റെ കുപ്പായി വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോട്ടക്കൽ ചെയർപേഴ്സണായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ വനിത പറഞ്ഞത് ഇന്ന് പത്രമാധ്യമങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞതിന് എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം പറയാൻ സമയം തന്നാലേ ഞാൻ പറയുള്ളൂ. ജസ്റ്റ് വെയിറ്റ്. ന്യൂനപക്ഷത്തിൻ്റെ സ്വത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത് ഞങ്ങളുടെ മതമാണെന്നാണ്. ഷാജി പറഞ്ഞത് മതമാണ് മുഖമുദ്ര. മതം മാത്രമാണ് മുഖമുദ്ര. അടുത്ത 10 വർഷം കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആർക്കും പരാതിയില്ലല്ലോ. അത് വർഗീയ പരാമർശമല്ലല്ലോ. ഇനി എൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരാം. എൻ്റെ പോയിന്റ് ഞാൻ പറയണം. നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക്, ഉത്തരം പറയാനുള്ള അവകാശം എനിക്ക്. നിങ്ങൾ സമാധാനപ്പെടും. ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ സമയം എന്താ? ഇത് വാക്കുകൾക്കല്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ? ചോദ്യം ചോദിച്ച പിന്നെ ഉണ്ടായിരിക്കും. സാമാന്യ മര്യാദ കാണിക്കും. പത്രസമ്മേളനം കൊല്ലം കുറേ ഞാൻ നടത്താമെങ്കിൽ. അപ്പൊ ഈ സംവാദമൊന്നും വേണ്ട. അതൊക്കെ നിങ്ങൾ വേറെ ആൾക്കാരെടുത്ത് മതി, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കുക. സംവാദമാണെങ്കിൽ വെളി ഇറങ്ങിക്കുക, നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ നിങ്ങൾ ഞാൻ സംസാരിക്കട്ടെ. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ചോദിക്കുക. എനിക്ക് നിങ്ങൾ ഉത്തരം പറയാൻ സമയം തരുമ്പോൾ ഞാൻ പറയാം.